ഇത് ഞാൻ ഇവിടെ വെക്കണോ അത് ഇവിടെ നിന്ന് വലിയ സോറി ഒന്ന് കാട്ടി. ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടിലേക്കൊക്കെ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുട്ടനാട്ടിലോട് അടുത്ത് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു 3-4 സ്ഥലങ്ങളുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ ആദ്യം വരുന്നതാണ് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് അഥവാ പുളുങ്ങുന്ന വലിയ പള്ളി. ഒരുപാട് സിനിമയിലൂടെ ഈ പള്ളി ഫേമസ് ആയതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നതൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ഒരുപാട് അന്യ സംസ്ഥാനം മെജോറിറ്റി ആൾക്കാരും തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള ആളുകളാണ്. കാര്യം വിനയ് താണ്ടി വരുവായ സിനിമ ഫേമസ് ആയതോടുകൂടി തന്നെ അവിടെ നിന്നുള്ള ആളുകളായിരിക്കും കൂടുതലും ഇത് കാണാനായിട്ട് ഇവിടെ ഇപ്പോൾ എത്തുക. മെയിനായിട്ടും പല സംസ്ഥാനത്തു നിന്ന് കർണാടകത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വരുന്നവർക്കൊക്കെ ഇതുപോലെ സ്പീഡ് ബോട്ടിലൊക്കെ കയറി എൻജോയ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതും നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ തന്നെ കിട്ടുന്നതാണ്. നോക്കട്ടെ, ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം വളരെ ഫേമസ് ആയ ഒരു പള്ളിയാണിത്. അപ്പം പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് എന്തായാലും ഇത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഈ പള്ളിയിൽ വന്ന് കാണാവുന്നതാണ്. കാര്യം എനി ടൈം ഇവിടെ വിസിറ്റിംഗ് അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിസിറ്റിങ്, ഇപ്പോൾ അവിടെ കുർബാന നടക്കുവാണ്, വിസിറ്റിങ്ങും കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഇതിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എസ്തെറ്റിക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഞാൻ പറ്റുന്ന പോലെ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ പള്ളിയുടെ കുറച്ച് ബാക്കിലത്തെ കുറച്ച് വിഷ്വൽസും കൂടെ കാണിക്കാം. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ്. ഇപ്പം അകത്ത് കുർബാന നടക്കുന്നതുകൊണ്ട് ഇതുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം കുട്ടനാട്ടിലേക്ക് വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും ഈ പള്ളി മിസ് ഔട്ട് ചെയ്യരുത്. കാര്യം ഇതൊരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പള്ളി തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് കായൽപ്പുറം സൺസെറ്റ് പോയിന്റ്. ഇതൊരു അണ്ടർ റേറ്റഡ് സ്പോട്ടാണ്. ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നും വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. പുറത്തുനിന്നുള്ളവർക്കൊക്കെ അധികം ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഇതൊരു നീണ്ട ഒരു ചിറ പോലെ കിടക്കുന്നതാണ്. നമ്മുടെ ചെത്ത് കാർക്കൊക്കെ കള്ള് എടുക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ അധികം അങ്ങനെ ടൂറിസ്റ്റുകൾ വന്നിട്ടില്ല. എന്നാലും ഇപ്പോൾ നൗഡേയ്സ് കുറച്ച് പിന്നെയും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. ഞാൻ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് ഈ ചെറയുടെ ഇപ്പുറത്തെ സൈഡ് കായലും ഇപ്പുറത്തെ സൈഡ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന പാടവുമാണ്, കണ്ടം എന്ന് പറയും. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഇത് നീണ്ടു കിടക്കുന്ന അങ്ങ് വരെ കിടക്കുന്ന ഒരു ചെറയാണ്. ഇപ്പോൾ വീണ്ടും ടൂറിസ്റ്റുകളൊക്കെ ഇവിടോട്ട് വരുന്നുണ്ട്. അധികം അങ്ങനെ ആൾക്കാർ നോട്ടീസ് ചെയ്യാത്തൊരു സ്ഥലമാണിത്. ഒരു അണ്ടർ റേറ്റഡ് പ്ലേസ് ആണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടനാട്ടിലോട്ട് വേണ്ട കള്ളും കാര്യങ്ങളുമൊക്കെ ഇവിടുന്ന് തന്നെയാണ് ചെത്തിയെടുക്കുന്നത്. ഇവിടെ ഈ ഉള്ള തെങ്ങെല്ലാം അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല ഫ്രഷ് കള്ളും മേടിക്കാം. ഇതുപോലെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫ്രഷ് കള്ളും മേടിക്കാം. അവിടെ ഒരു ചേട്ടൻ വലയിടുന്നത് നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ വലയിട്ട് മീൻ പിടിക്കുന്നവരും അധികമാണ്. പല പല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
ഗൈസ് ഓൾസോ നമുക്ക് ഫ്രണ്ട്സും കപ്പിൾസും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലങ്ങളാണിത്. എങ്ങനെയുണ്ടാ? അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ് സർവീസും ആലപ്പുഴയിൽ നിന്ന് ബോട്ട് സർവീസും ഉണ്ടായിരിക്കുന്നതാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കായൽപ്പുറം പള്ളി എന്നുള്ള ബസ്സിൽ കയറി നമുക്കിവിടെ എത്താവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ കായൽപ്പുറം ബോട്ട് ജെട്ടി. ഇവിടെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. കായൽപ്പുറം ബോട്ടിൽ കയറിയാൽ നമുക്ക് ഇവിടെ എത്താവുന്നതാണ്. ഇതാണ് അവരുടെ, അല്ല ബൈ റോഡ് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത് വരുന്ന പ്ലേസ് ആണ് വെളിയനാട്. അപ്പോൾ റീൽസിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വെളിയനാട്. ഇവിടുത്തെ 3 സീസണിലത്തെയും ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതായത് വെള്ളമുള്ള സമയവും പിന്നെ നമ്മുടെ പച്ചപ്പ് കൃഷിയുള്ള സമയത്തും പിന്നെ അതുപോലെ തന്നെ കൊയ്യാറായി നിൽക്കുന്ന പാടത്തെ സമയത്തെയും ഇവിടെ നിങ്ങൾ സീസണിൽ പലതും ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം കുട്ടനാട്ടിലേക്കൊക്കെ വരാൻ നിൽക്കുന്ന ആളുകൾ ഈ സ്ഥലവും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടും കുറേ കാര്യങ്ങളും അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സുമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഈവനിങ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണിത്. പുറത്തുള്ള ആളുകൾക്കും വന്ന് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് കാണാൻ പറ്റിയൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഇതും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്താ അല്ലേ, നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. നമുക്ക് ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.